വിശുദ്ധമായിരിക്കുന്ന റജബ് മാസം നമ്മിലേക്ക് വന്നു. ആ റജബ് മാസം നമ്മോട് വിട പറയാനിരിക്കുന്ന ഈ ഒരവസരത്തിൽ നമ്മുടെ നെഞ്ചത്ത് കഴിവെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ നാം ഒന്ന് ചിന്തിക്കണം. ഈ റജബ് മാസം നമ്മിലേക്ക് ആഗതമായിട്ട് ആ റജബിനെ വേണ്ട വിധം നാം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇന്നത്തെ രാത്രി, അതായത് റജബ് 27-ാം രാവ്, ഇന്നത്തെ രാത്രിയെങ്കിലും നാം നമ്മുടെ ജീവിതത്തിൽ ആ രാവിനെ സ്വീകരിക്കാനും ആ രാവിൽ കൂടുതൽ ആരാധനകൾ ചെയ്തുകൊണ്ട്, കൂടുതൽ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട്, പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിലേക്ക് ആ രാവിനെ സ്വീകരിക്കാനെങ്കിലും നാം തയ്യാറാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. വിശുദ്ധമായിരിക്കുന്ന റജബ് മാസം നമ്മോട് വിട പറയാനിരിക്കുകയാണ്. റജബിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവാണ് ഇന്നത്തെ രാവ്. നമുക്കറിയാം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായിരിക്കുന്ന ഉമ്മുഹാനി റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് സിദ്റത്തുൽ മുൻതഹയും കടന്ന് അള്ളാഹുവിൻ്റെ തിരുഹളറത്തിലേക്ക് യാത്ര നടത്തിയ ഇസ്റാ മിഅ്റാജ് എന്ന പുണ്യമായിരിക്കുന്ന യാത്ര. ആ യാത്രയിലൂടെ നമുക്ക് സമ്മാനമായി കിട്ടിയ 5 വക്ത് നിസ്കാരം, ഇതെല്ലാം നടന്ന പ്രധാനപ്പെട്ട രാവാണ് ഇന്നത്തെ രാവ്. ഈ രാത്രിയെ നാം വളരെയധികം ഗൗരവത്തോടെ കാണുകയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ഈ രാവിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി, ഈ രാവിനെ മുതലെടുക്കാൻ വേണ്ടി നാം തയ്യാറാവണം. വിശുദ്ധമായിരിക്കുന്ന റജബ് മാസം നമ്മിലേക്ക് വന്നു. ആ റജബ് നമ്മോട് വിട പറയാനിരിക്കുകയാണ്. ഈ സമയത്തെങ്കിലും നാം ഒരു വിചാരണ നമ്മുടെ ശരീരത്തിനെ കുറിച്ച് നടത്തേണ്ടതുണ്ട്. വിശുദ്ധമായിരിക്കുന്ന റജബ് മാസം വന്നിട്ട് 26 ദിനങ്ങൾ നമ്മോട് വിട പറയുമ്പോൾ ഞാൻ എന്ത് ഈ റജബിൽ നേടിയെടുത്തു? ഈ റജബിൽ ഞാൻ എൻ്റെ ശരീരത്തിനെ, എൻ്റെ ആത്മാവിനെ ക്ലിയർ ചെയ്തിട്ടുണ്ടോ? എൻ്റെ ശരീരത്തിനെ ഇതുവരെയുള്ള 10 മാസങ്ങളിലായി നമ്മുടെ ശരീരത്തിനെ ഞാൻ തോന്നിയതുപോലെ എൻ്റെ ശരീരത്തിനെ വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണോ ഈ ഒരു മാസവും എൻ്റെ ശരീരത്തിനെ ഞാൻ വിട്ടിട്ടുള്ളത് എന്ന് ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ രാവിലെങ്കിലും കഴിഞ്ഞ 10 മാസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ സകലമാന തെറ്റുകളും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ഈ ശ്രേഷ്ഠമായിരിക്കുന്ന രാവിലെ നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, അവൻ്റെ ഹബീബിനെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ഉറപ്പാണ്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. ഈ രാത്രിയിലാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിനെ കണ്ടത്, നരകത്തിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ നാം സ്വർഗത്തിനെ അള്ളാഹുവിനോട് ചോദിക്കുകയും നരകത്തിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയും ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുവേ എനിക്ക് നീ സ്വർഗം തരണേ എന്ന് നാം അള്ളാഹുവിനോട് കൂടുതൽ ഈ രാത്രിയിൽ ചോദിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ എന്നെ നരകത്തെ തൊട്ട് നീ കാക്കണേ എന്ന് ഈ രാവിൽ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതുപോലെ തന്നെ അല്ലാഹുമ്മ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന തൗബയുള്ള ആയത്ത്, തൗബയുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന നാം ധാരാളമായി ഈ രാവിൽ നാം ദുആ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമുക്ക് നിർബന്ധമാക്കിയ 5 വക്ത നിസ്കാരം, ആ നിസ്കാരത്തെക്കുറിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയെങ്കിലും ഒരു പ്രതിജ്ഞയെടുക്കണം. പടച്ച റബ്ബേ, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിസ്കാരം നഷ്ടപ്പെടാതെ ഞാൻ ഈ രാവ് മുതൽ ഞാൻ ശ്രദ്ധിക്കുമെന്നുള്ള ഒരു കൃത്യമായ പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമ്മുടെ കൃത്യമായി 5 വക്ത നിസ്കരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നത്തെ രാവ് അത് വളരെ പ്രധാനപ്പെട്ട രാവാണ്. ഈ രാവിലെ ശ്രേഷ്ഠത മുൻനിർത്തിക്കൊണ്ട് ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു,
റജബ് 27 പകൽ നോമ്പനുഷ്ഠിക്കലും പ്രത്യേകം സുന്നത്താണ് എന്ന്. അതുകൊണ്ട് തന്നെ റജബ് 27 പകൽ നോമ്പനുഷ്ഠിച്ചാൽ 60 മാസം നോമ്പനുഷ്ഠിച്ച് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു ആ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ രാവിലെ, അതായത് നാളെ പകലിൽ നാം നോമ്പനുഷ്ഠിക്കുമ്പോൾ നമുക്കൊരുപാട് അതിൽ നിയ്യത്ത് വെക്കാൻ കഴിയും. ഒന്നാമത് റജബിലെ നോമ്പിൻ്റെ സുന്നത്ത് നോമ്പ് എന്ന് നോൽക്കുന്നു എന്ന് കൂടെ കരുതാം. അതുപോലെ തന്നെ റജബ് 27 സുന്നത്ത് നോമ്പ്, അതുപോലെ തന്നെ വ്യാഴാഴ്ചയാണല്ലോ നാളെ, അപ്പോൾ വ്യാഴാഴ്ചത്തെ സുന്നത്ത് നോമ്പ് നോൽക്കുന്നു എന്ന് കൂട്ടത്തിൽ കരുതാം. അതുപോലെ തന്നെ റമളാനിലെ നോമ്പ് നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ റമളാനിലെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ റമളാനിലെ നോമ്പിൻ്റെ നഷ്ടപ്പെട്ട നോമ്പിനെ ഞാൻ വീട്ടുന്നു എന്നുള്ള ഫർളിൻ്റെ നിയ്യത്ത് കൂടി കരുതുമ്പോൾ 4 നിയ്യത്ത് കരുതിയാൽ അതിൽ ഫർള് വീടുന്നു, നമുക്കെല്ലാ സുന്നത്തുകളും നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഈ രാവ് നാം ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായിരിക്കുന്ന റജബ്, ആ റജബിനെ പരിപൂർണമായി സ്വീകരിച്ച മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.